Good morning, students. Topic: steps in PERT calculation. We have already discussed in the steps in PERT calculation. Once more. First, locate activities and events of a project. First step, locate activities and events of a project in a network diagram or drawn the network diagram. Second, number all the events and activities. We have already entered the CPM diagram, numbers all the events and activities. Third, obtain the various time estimates for each activity. Obtain the time estimates for each activity. So we have already discussed in the previous class, 3 times are estimated in the PERT. First one, most likely time, TM. Second, pessimistic time, TP. And optimistic time, TO. These 3 times are firstly estimated in the third steps in PERT calculation. Fourth, calculate expected time of each activities. Calculate expected time of each activities. So different activities in a network diagram. So these each activities are expected time with the help of this equation. TE is equal to TO plus 4TM plus TP divided by 6. TO optimistic time plus 4 TM means most likely time into 4 plus TP pessimistic time divided by 6. After calculate the expected time, then fifth step, by using expected time estimates of activities and find the earliest event and the latest event time for each activity. ഓരോ ആക്ടിവിറ്റീസിൻ്റെ ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ഇവൻ്റ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത CPM കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ പേർട്ടിനും ഓരോ ഇവൻറ്റിൻ്റെയും ഏർലിയസ്റ്റ് ഇവൻ്റ് ടൈമും ലേറ്റസ്റ്റ് ഇവൻ്റ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യണം. ആഫ്റ്റർ ദ കാൽക്കുലേറ്റ് ഓഫ് ദി ഇവൻ്റ് ടൈം, നെക്സ്റ്റ് സ്റ്റെപ്പ് ഓർ സിക്സ്ത്, കാൽക്കുലേറ്റ് ഫ്ലോട്ട് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ആക്ടിവിറ്റി. കാൽക്കുലേറ്റ് ഫ്ലോട്ട്സ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ആക്ടിവിറ്റി. കഴിഞ്ഞ കൺസെപ്റ്റിന് നമ്മൾ ചെയ്ത പോലെ ഓരോ ആക്ടിവിറ്റീസിൻ്റെ ഫ്ലോട്ട് നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. നെക്സ്റ്റ് 7, വേരിയസ് ടൈം എസ്റ്റിമേറ്റ്സ് ഫോർ ആക്ടിവിറ്റീസ് ഓഫ് ക്രിട്ടിക്കൽ പാത്ത് ഈസ് ടു ബി ആഡഡ് ടുഗദർ ആൻഡ് വിൽ ഗിവ് ടോട്ടൽ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ. നമ്മൾ ടൈം എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് നോക്കിയിട്ട് അതിനകത്ത് ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. എന്നിട്ട് ടോട്ടൽ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ ഓഫ് ടൈം, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓരോന്നിനെയും എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ ഓഫ് ടൈമും ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ടൈമും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. നെക്സ്റ്റ് 8th സ്റ്റെപ്പ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഇത് നമ്മൾ ഇതുവരെ ചെയ്യാത്തതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും, ഓരോ ആക്ടിവിറ്റിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യും. വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു TP minus TO divided by 6 whole square. TP pessimistic time minus optimistic time divided by 6 whole square. So standard deviation just square root of variance. Standard deviation is equal to root TP minus TO divided by 6 whole square. നമ്മൾ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണും. അത് കണ്ടു കഴിഞ്ഞാൽ 9th സ്റ്റെപ്പ്, സം ഓഫ് വേരിയൻസ് ടൈം എസ്റ്റിമേറ്റ്സ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ഓരോന്നിനും ടൈം എസ്റ്റിമേറ്റ് ചെയ്തിട്ട് എല്ലാ ആക്ടിവിറ്റീസും ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യും, സം ചെയ്യും. ഓരോ ആക്ടിവിറ്റീസ് സം ചെയ്ത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിക്കും. ദ ലാസ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. നമ്മൾ Z യൂസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ മെഷർ ചെയ്യും. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ മെഷർ ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. Z ഈസ് ഈക്വൽ ടു ഡ്യൂ ഡേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഡിവൈഡ് ബൈ സിഗ്മ. സിഗ്മ മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്കൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. ആ ഡ്യൂ ഡേറ്റിൻ്റെ അകത്തുനിന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച എക്സ്പെക്റ്റഡ് ഡേറ്റ് ഉണ്ടാവില്ലേ, ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ മൈനസ് ചെയ്യുക. എന്നിട്ട് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, സിഗ്മ കൊണ്ട് അല്ലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നേരത്തെ കണ്ട സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേറെ കാണുന്നുണ്ട്. സിഗ്മ ഈസ് ഈക്വൽ ടു
standard deviation of the critical path divided by root of sum of the variance of critical activity. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഓരോന്നിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ട് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? റൂട്ട് ഓഫ് സം ഓഫ് ദ വേരിയൻസ് ഓഫ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സിഗ്മ കിട്ടും. ഇത്രയാണ് പെർട്ടിൻ്റെ സ്റ്റെപ്സ്. ഒന്നും കൂടി ഞാൻ റിവ്യൂ ചെയ്യാം. പെർട്ടിൻ്റെ സ്റ്റെപ്പ് നന്നായിട്ട് പഠിക്കണം, കാരണം സ്റ്റെപ്പ് അറിയാതെ നമ്മൾ തെറ്റിപ്പോകും. ഫസ്റ്റ്, ലൊക്കേറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് പ്രോജക്റ്റ്. സെക്കൻഡ്, നമ്പർ ഓഫ് ഓൾ ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. തേർഡ്, various times estimated, that is TM, TP and TO. Fourth, calculate expected time. Fifth, then find earliest event time and latest event time for each event. Sixth, calculate float. 7, time estimates for activities of critical path and its duration. 8th, standard deviation and find out the standard deviation and variance for each activity. 9th, variance of time estimates of all activities and critical activities. Last is calculate standard normal variable. So these are the different steps in PERT calculation. Then ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാം. അതിന് മേലെ ഇക്വേഷൻ ഞാൻ എഴുതിയത് ടൈം എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ടി ഇ ഈസ് ഈക്വൽ ടു TO പ്ലസ് 4TM പ്ലസ് TP ഡിവൈഡ് ബൈ 6. നമ്മൾ നേരത്തെ പഠിച്ചു. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 1. A project is represented by network. Project is represented by network shown below and has the following data. Task, optimistic time or TO, pessimistic time or TP, most likely time TM. ഇത് മൂന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടാസ്ക് എ ആണ്. അതിൻ്റെ ഒപ്റ്റിമിസ്റ്റിക് ടൈം 5, പെസിമിസ്റ്റിക് ടൈം 10, മോസ്റ്റ് ലൈക്ലി ടൈം 8. ബി 18, TP 22, TM 20. സി TO 26, TP 40, TM 33. ഡി TO 16, TP 20, TM 18. E, TO 15, TP 25, TM 20. F, TO 6, TP 12, TM 9. G, TO 7, TP 12, TM 10. H, TO 7, TP 9, TM 8. I, TO 3, TP 5, TM 4. So task, optimistic time, pessimistic time, most likely time. Okay. Then next, determine the following. നമ്മളോട് ഈ പറയുന്ന കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറയാണ്. ഫസ്റ്റ്, എക്സ്പെക്റ്റഡ് ടാസ്ക് ടൈം ആൻഡ് ദെയർ വേരിയൻസ്. ഇതിൻ്റെ ടാസ്ക് ടൈമും അതിൻ്റെ വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാണ്. സെക്കൻഡ്, ദ ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം ടു ഈച്ച് ഇവൻറ്റ്. ഓരോ ഇവൻറ്റിൻ്റെയും ഏർലിയസ്റ്റും ലേറ്റസ്റ്റും ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയണം. തേർഡ്, ക്രിട്ടിക്കൽ പാത്ത്. പെർട്ടിലെ ക്വസ്റ്റ്യനിലധികവും ഡയഗ്രാം തരും. ഡയഗ്രാം തന്നിട്ടാണ് നമ്മളോട് ആ ഡയഗ്രത്തിന് മുകളിൽ ഈ പറയുന്ന ഐറ്റംസ് ഒക്കെയാണ് പെർട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുക. പെർട്ടിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ഡയഗ്രാം. 1 to 2 ആക്ടിവിറ്റി എ, 1 to 3 ആക്ടിവിറ്റി ബി, 1 to 4 ആക്ടിവിറ്റി സി, 2 to 5 ആക്ടിവിറ്റി ഡി, 2 to 6 activity E, 3 to 6 activity F, 4 to 7 activity G, 5 to 7 activity H, 6 to 7 activity 1. ഈ ഡയഗ്രാം അടക്കം ആണ്. ഇത് മൊത്തമാണ് ക്വസ്റ്റ്യൻ. ഒന്നും കൂടി വായിച്ചു തരാം. എ പ്രൊജക്ട് ഈസ് represented by the network shown below and has the following data. Task A, TO 5, 10, 8, B, 18, 22, 20, C, 26, 40, 33, D, 16, 20, 18, E, 15, 25, 20, F, 6, 12, 9, G, 7, 12, 10, H, 7, 9, 8, I, 3, 5, 4. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഇത്രയാണ്. ഡിറ്റർമിൻ ദ ഫോളോയിങ്. ഫസ്റ്റ്, എക്സ്പെക്റ്റഡ് ടാസ്ക് ടൈം ആൻഡ് ദെയർ വേരിയൻസ്.
Second, earliest and latest expected time to each event. Third, critical path. So PERT is an event oriented, so it's not a critical activity, it's measure the critical path. Or the like, it's mainly for event oriented concept. So diagram 1 to 2A, 1 to 3B, 1 to 4C, 2 to 5D, 2 to 6E, 3 to 6F, 4 to 7G, 5 to 7H, 6 to 7I. So these are the question. The next solution. Firstly, calculate the forward pass calculation. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഫോർവേഡ് പാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫോർവേഡ് പാസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനകത്ത് വരുന്ന ഫസ്റ്റ് കൺസെപ്റ്റ് നോക്കിക്കോ. ഫോർവേഡ് പാസ്സാണ്. സൊല്യൂഷനിൽ നോക്കാം. ആദ്യം നമുക്ക് ഫോർവേഡ് പാസ് കാണാം. അപ്പോൾ ഫോർവേഡ് പാസ് കാണുന്നതിന് മുന്നേ നേരത്തെ കണ്ട ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും ഇവിടെ അതുപോലെ തന്നെ കാണണം. പക്ഷെ അതിന് മുന്നേ കുറച്ചൊരു വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ട പോലെ ഡയറക്റ്റ് നമുക്ക് ഫോർവേഡ് പാസ് കാണാൻ പറ്റില്ല. ആദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക? എന്തായിരുന്നു ഇക്വേഷൻ? ടീച്ചർ ഇതവിടെ എഴുതിയ ഇക്വേഷൻ TE is equal to TO plus 4TM plus TP divided by 6. TO plus 4TM plus TP divided by 6. ആ ഇക്വേഷൻ വെച്ചിട്ട് ഓരോ ആക്ടിവിറ്റീസിലൂടെ എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ടീച്ചർ ഇതാ ഫസ്റ്റ് എഴുതിന് ആക്ടിവിറ്റി 1 to 2. ഒന്നാമത്തെ ഡയഗ്രത്തിലെ ആക്ടിവിറ്റി തന്നിട്ടുണ്ടല്ലോ. 1 to 2 ഏതായിരുന്നു? ഏതാണല്ലോ ആക്ടിവിറ്റി? 1 to 2ന്റെ ആക്ടിവിറ്റി ഏതാ? എ അല്ലേ? എ അല്ലേ അവിടുത്തെ ഡ്യൂറേഷൻ. അപ്പൊ ആക്ടിവിറ്റി 1 to 2 ബ്രാക്കറ്റിൽ എഴുതണമെന്നൊന്നുമില്ല, ടീച്ചർ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആക്ടിവിറ്റി 1 to 2 ബ്രാക്കറ്റിൽ എഴുതി. ഇനി ആക്ടിവിറ്റി 1 to 2ന്റെ അല്ലെ എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഓരോ ടൈമും ക്വസ്റ്റ്യനിൽ നോക്ക്. ഇതാ എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടാസ്കിന്റെ ടൈം നോക്ക്. TO 5 ആണ്, TP 10 ആണ്, TM 8 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന ആക്ടിവിറ്റിന്റെ ഓരോന്നും എഴുതാം. TO എത്രയായിരുന്നു? 5, TM 8, TP 10. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. TE is equal to TO എത്രയാ? 5 അല്ലേ? 5 plus 4 into TM എത്രയാ? 8 plus TP 10. 5 plus 4 into 8 plus 10 divided by 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ ആൻസർ കിട്ടിയ 7.8 ആണ്. 7.8. അപ്പൊ ആക്ടിവിറ്റി 1 to 2 ഈ 0 എപ്പോഴും എന്തായിരിക്കും? ഈ 1 എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അത് പേട്ടായാലും CPM ആയാലും എല്ലാം ഈ 1 എന്തായിരിക്കും? 0 ആയിരിക്കും. അതറിയാലോ. അപ്പൊ ആക്ടിവിറ്റി 1 to 2 എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്തായിരിക്കും? E2 ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1 to 2 എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ കൂടെ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? E2 ആണ്. അപ്പൊ നമുക്ക് TE എത്ര കിട്ടി? 7.8 കിട്ടി. ആ 7.8നെ നമ്മൾ എന്ത് വിളിക്കാം? E2 എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? 7.8നെ E2. അപ്പോൾ E2 എത്രയാ? E1 plus 7.8. E1 0 അല്ലേ? 0 plus 7.8 is equal to 7.8. E2 കിട്ടി. ഇനി ഇതിന്റെ താഴെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും എടുക്കാം. ഓരോന്നും പിന്നെ ചെയ്യേണ്ട. 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ആക്ടിവിറ്റി 1 to 2 ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ടൈം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാം. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വേരിയൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വേരിയൻസ് ചെയ്താൽ മതി. എന്നാൽ പിന്നെ നമുക്ക് അതിനവിടെ വേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആവും. വേരിയൻസ് സിഗ്മ സ്ക്വയർ is equal to TP minus വേരിയൻസ് കാണാം. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇപ്പൊ കാണുന്ന വേരിയൻസ് കണ്ടിട്ട് അതിന് വേണേൽ റൂട്ട് കൊടുത്താൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആയാലും വേരിയൻസിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ സ്ക്വയർ is equal to TP minus TO divided by 6 whole square. ഇതായിരുന്നില്ല ഇക്വേഷൻ. TP എത്രയാ? 10. 10 minus TO 5 divided by 6 whole square. 10 minus 5 divided by 6, 5 by 6 whole square is equal to 0.833 whole square. 0.833 whole square.
സോ വേരിയൻസ് എത്ര കിട്ടി? 0.694. നമ്മളോട് വേരിയൻസിലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ക്വസ്റ്റ്യനിലെ, അതുകൊണ്ട് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഡിവിയേഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ചാലോ ഈ വേരിയൻസിനൊരു റൂട്ട് കൊടുത്താൽ എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കിട്ടും. നമ്മളോട് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റൂട്ട് കൊടുക്കാത്തത്. സോ സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.694. ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ വെക്കണേ. ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. അടുത്ത ആക്ടിവിറ്റി 1 to 3. ആക്ടിവിറ്റി നോക്ക്, ക്വസ്റ്റ്യനിൽ നോക്ക്. 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി ഏതാ? 1 to 3 ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി നോക്കൂ. ബി എന്ന് പറയുന്ന ടാസ്കിന്റെ ടൈം നോക്ക്, 18, 22, 20. കണ്ടോ? അപ്പൊ നമുക്ക് ആക്ടിവിറ്റി 1 to 3 ബ്രാക്കറ്റിൽ ബി എന്ന് എഴുതാം. ടി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ എന്താ? ടി ഒ പ്ലസ് 4tm പ്ലസ് ടി പി ഡിവൈഡ് ബൈ 6. അപ്പൊ ടി ഒ എത്രയാ? 18, tm 20, ടി പി 22. സോ 18 പ്ലസ് 4 into 20 plus 22 divided by 6 is equal to 120 divided by 6 is equal to 20. അപ്പോൾ നമുക്ക് ടി ഇ 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടി ഇ എത്ര കിട്ടി? എക്സ്പെക്റ്റഡ് ടൈം 20. ആ എക്സ്പെക്റ്റഡ് ടൈമാണ് നമുക്ക് എന്ത് പറയാം? E2 എന്ന് പറയാം. നോക്കൂ, ആ എക്സ്പെക്റ്റഡ് ടൈമിനെ നമുക്ക് എന്ത് വിളിക്കാം? E2 എന്ന് വിളിക്കാം. സോറി, E3 എന്ന് വിളിക്കാം. നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് ശരിക്കും എന്താണ്? E3 ആണ്. നെക്സ്റ്റ് അതിൻ്റെ വേരിയൻസ് കാണാം. എന്തായിരുന്നു ഇക്വേഷൻ? ടി പി മൈനസ് ടി ഒ ഡിവൈഡ് ബൈ 6 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 22 മൈനസ് 18 ഡിവൈഡ് ബൈ 6 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 6 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.66 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.444. ഇനി ആക്ടിവിറ്റി 1 to 4 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ ഡയഗ്രാം, ഓരോന്നും നോക്കിയാൽ മതി. 1 to 4 സി ആണ്. ടി ഇ ഈസ് ഓരോന്നിന് ടി ഒ 26, tm 33, tp 40. സിയുടെ ആക്ടിവിറ്റിയിൽ തന്നായിട്ടാണ്. സോ ടി ഇ ഈസ് ഈക്വൽ ടു 26 പ്ലസ് 4 into 33 പ്ലസ് 40 ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 198 ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 33. അപ്പൊ നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന ഈവന്റ് 4 ഏതാ വരുന്നത്? E4 33. നെക്സ്റ്റ് അതിന്റെ സ്റ്റാൻഡേർഡ് വേരിയൻസ് കാണാം. സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു 40 minus 26 divided by 6 whole square is equal to 2.333 whole square is equal to 5.436. 5.436. അപ്പം നമുക്ക് ഈ 4ഉം അതിന്റെ വേരിയൻസും കിട്ടി. ഇനി അടുത്ത ആക്ടിവിറ്റി 2 to 5 ഡി ടി ഒ 16, tm 18, tp 20. So apply ടി ഇ is equal to 16 plus 4 into 18 plus 20 divided by 6 is equal to 80. നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും. അപ്പൊ ഈ 5 എന്ത് കിട്ടും? 18 കിട്ടും. ഇനി വേരിയൻസ് കാണാം. സിഗ്മ സ്ക്വയർ is equal to 20 minus 16 divided by 6 whole square is equal to 4 divided by 6 whole square is equal to 0.666 whole square is equal to 0.444. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 to 6 ബ്രാക്കറ്റിൽ ഇ എന്ന് പറയുന്ന ഈ ടാസ്ക് എഴുതാം. ടി ഒ 15, tm 20, tp 25 is equal to 15 plus 4 into 20 plus 25 divided by 6 is equal to 120 divided by 6 is equal to 20. അപ്പൊ ഈ 6 എത്ര കിട്ടും? 20 കിട്ടും. ഈ 6 20. ഇനി അതിന്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ is equal to 25 minus 15 divided by 6 whole square is equal to 10 divided by 6 whole square is equal to 1.666 whole square is equal to 2.776. Next activity 3 to 6 task F TO6, TM9, TP 12. So TE is equal to 6 plus 4 into 9 plus 12 divided by 6 is equal to 9. So E6 is equal to 9. Variance or sigma square is equal to 12 minus 6 divided by 6 whole square is equal to 6 divided by 6 whole square is equal to 1. 1 square is equal to 1. The next activity G. Activity 4 to 7 G. TE is equal to 7 plus 4 into 10 plus 12 divided by 6. Because TO 7, TM 10, TP 12. So T is equal to 9.833. That is E7. Sigma variance is equal to 12 minus 7 divided by 6 whole square
ഈസ് ഈക്വൽ ടു 0.833 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.694. 0.694. സോ നമുക്കിനി ഓരോ ആക്ടിവിറ്റീസും എന്ത് ചെയ്യണം, ഓരോ ഇവൻറ്റും നമ്മൾ ഏകദേശം ധാരണയായിട്ടുണ്ട്. പക്ഷെ ആ ഇവൻറ്റ് കൃത്യമായിട്ട് എഴുതണം. അതിനു മുന്നേ ആക്ടിവിറ്റീസ് 2 ആക്ടിവിറ്റിയും കൂടിയുണ്ട്. ആക്ടിവിറ്റി 5 to 7 H TO7 TM8 TP9 T is equal to 7 plus 4 into 8 plus 9 divided by 6 is equal to 8. Variance is equal to sigma square is equal to 9 minus 7 divided by 6 whole square is equal to 2 divided by 6 whole square is equal to 0.333 whole square is equal to 0.111. Next activity, last activity, 6 to 7 I, task I, TO3 TM4 TP5 TE is equal to 3 plus 4 into 4 plus 5 divided by 6 is equal to time estimate 4. Variance is sigma square is equal to 5 minus 3 divided by 6 whole square is equal to 2 by 6 whole square is equal to 0.333 whole square is equal to 0.111. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ടൈമും കണ്ടുപിടിച്ച് അതിൻ്റെ വേരിയൻസും കണ്ടുപിടിച്ച് ഇനി നമുക്ക് ഫോർവേഡ് പാസ് പഠിക്കണം. എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും നമുക്ക് കിട്ടിയ ടൈം ആയിരിക്കില്ല അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഫോർവേഡ് പാസ്. കാരണം ഓരോന്നിനൂടെ അടുത്തടുത്ത് ആഡ് ചെയ്യണ്ടേ. ഫോർവേഡ് പാസിൻ്റെ കൺസെപ്റ്റിൽ ഒരു മാറ്റവും ഇല്ല. ഓരോ ഇവന്റ് കഴിയുമ്പോൾ E2 ആണെങ്കിൽ E1 പ്ലസ് അല്ലെങ്കിൽ E3 ആണെങ്കിൽ E2 പ്ലസ് ഡ്യൂറേഷൻ, അതല്ലേ നമ്മൾ ഫോർവേഡ് പാസ്. ഫോർവേഡ് പാസിൽ ഒരു മാറ്റവും ഇല്ലേ. അപ്പോൾ അടുത്തടുത്ത ഡ്യൂറേഷനെ ആഡ് ചെയ്തിട്ടാണ് ഫോർവേഡ് പാസ് പോവുക. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടുന്ന ടൈം എസ്റ്റിമേറ്റ് അതേപോലെ നമുക്ക് ഫോർവേഡ് പാസ് ആണെന്ന് എഴുതാൻ പറ്റില്ല. നോക്കിക്കോ, E1 0, E2 എന്ന് പറയുന്നത് എന്താ, E1 പ്ലസ് രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് കിട്ടിയ ടൈം നോക്കൂ. എത്ര രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് കിട്ടിയ ടൈം? ഞാനത് അവിടെ E2 എന്ന് എഴുതിയെന്നുള്ളൂ. 7.8 അല്ലേ. അപ്പൊ E2 എത്രയാ? E1 പ്ലസ് 7.8. E1 0 പ്ലസ് 7.8 7.8. ഇനി E3 എന്ന് പറഞ്ഞാൽ എന്താ? E1 പ്ലസ് 20 അല്ലേ. നമുക്ക് 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റീസിൽ നമുക്ക് കിട്ടിയ എത്രയാ? 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി നോക്കൂ. 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നമുക്ക് കിട്ടിയത് 20. അപ്പൊ E1 പ്ലസ് 20, സോ 0 പ്ലസ് 20 ആണ് E3. അതാണ് ഞാൻ 20 എന്ന് അവിടെ എഴുതി. ഇനി E4 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് പറയാൻ പറ്റൂല, ഇതും കൂടി പറയാം. E4 എന്ന് പറയുന്നത് എന്തായിരുന്നു? E4 നിങ്ങൾ ഡയഗ്രാം നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്. 1 to 4. E4 എന്ന് പറഞ്ഞാൽ എന്താ? 1 to 4 ആണ്. സോ E1 പ്ലസ് E4 നമുക്ക് കിട്ടിയ എത്രയാ? 1 to 4 ആക്ടിവിറ്റിയിൽ ടൈം എത്ര കിട്ടിയ? 33 അല്ലേ. E1 പ്ലസ് 33 ഈസ് ഈക്വൽ ടു 0 പ്ലസ് 33. ഇനി E5 ഡയഗ്രാം എടുത്തു നോക്കൂ. E5 എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്രാമാണ് ടീച്ചർ എടുത്തു തരാം. E5 എന്ന് പറയുന്നത് എന്താ? 1 to 2, 2 to 5 ആണ്. അപ്പൊ 2ലൂടെയാണ് എന്തിലേക്ക് എത്തുന്നത്? 5. അപ്പൊ നമുക്ക് കിട്ടി E2ന്റെ കൂടെ ഈ D എന്ന് പറയുന്ന ടാസ്കിന്റെ ഡ്യൂറേഷൻ നമ്മൾ കണ്ടുപിടിച്ചില്ലേ. ഓരോ ടാസ്കിന്റെ ഡ്യൂറേഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എൻ്റെയും ബിന്റെയും സിന്റെയും ഡിന്റെയും ഇ എഫും ജിയും എച്ചും ഐന്റെയും ഒക്കെ ഡ്യൂറേഷനാണ് നമ്മൾ ടൈമിലൂടെ കണ്ടുപിടിച്ചത്. ഇനി E2ന്റെ കൂടെ ഡി എന്ന് പറയുന്ന ഡ്യൂറേഷൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഡിന്റെ ഡ്യൂറേഷൻ എത്രയാ? നമ്മൾ കണ്ടുപിടിച്ച ഡിന്റെ ഡ്യൂറേഷൻ നോക്കൂ. 2 to 5. ഡിന്റെ ഡ്യൂറേഷൻ 18 അല്ലേ. അപ്പോൾ E5 എന്ന് പറയുന്നത് എന്താ? E5 E2 പ്ലസ് 18. E2 പ്ലസ് 18. E2 എത്രയാ നമുക്ക് കിട്ടി? 7.8 പ്ലസ് 18. അതിന്റെ ഡ്യൂറേഷൻ ഡി എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഡ്യൂറേഷൻ 18 ആണ്. അപ്പൊ 7.8 പ്ലസ് 18 ഈസ് ഈക്വൽ ടു E5 എത്രയാ? 25.8. ഇനി E6 നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. അതിനൊന്നും തോന്നുന്നു കൺസെപ്റ്റിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ടൈം നമ്മൾ ഓരോന്നിന്റെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് പറയും. E6 maximum of E2 to plus 20 or E3 plus 9. അപ്പൊ E2 plus 20 എന്ന് പറയുന്നത് E2 എത്രയാ? E2 7.8 പ്ലസ് ലാസ്റ്റ് ആറാമത്തെ ആക്ടിവിറ്റീന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് 20 ആണ്. സോ 27.8. അടുത്ത E3 കഴിഞ്ഞിട്ടുള്ള അടുത്ത ആക്ടിവിറ്റിയുടെ എന്താണ്? 9 ആണ് അല്ലേ. നോക്കൂ
ഡയഗ്രം നോക്കൂ. ഈ 6 എത്താനുള്ള 2 വഴിയുണ്ട്. ഏതൊക്കെ? 2 to 6 ഉണ്ട്, 3 to 6 ഉണ്ട്. അപ്പൊ ഈ എന്ന് പറയുന്ന ടാസ്കിന്റെ ടൈം നമ്മൾ കണ്ടുപിടിച്ച്, എഫിന്റെ ടാസ്കും എന്താണ് ടൈം കണ്ടുപിടിച്ചില്ലേ? അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. നോക്കൂ, E6 എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് E2 പ്ലസ് ആ ഒരു ടാസ്ക് 20 ആണ്. E3 പ്ലസ് അടുത്ത ടാസ്കിന്റെ എത്രയാ? 9 ആണ്. സോ E2 പ്ലസ് 20 7.8 പ്ലസ് 20 27.8. E3 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 9 29. സോ അതിന്റെ മാക്സിമം വാല്യൂ ആണ് E6 എടുക്കുക. therefore E6 is equal to 29. അടുത്ത നോക്ക്, E6 കഴിഞ്ഞ അടുത്ത് E7. E7ലേക്ക് പോകാൻ 3 വഴിയുണ്ട്. ഡയഗ്രാം നോക്കിക്കോ. E7ലേക്ക് പോകാനുള്ള 3 വഴി എന്തൊക്കെ? 5 to 7, 4 to 7, 6 to 7. അപ്പൊ 4 to 7 എന്ന് പറയുന്ന ജി എന്ന് പറയുന്ന ടാസ്കിന്റെ ഡ്യൂറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എച്ചിന്റെ ടാസ്കിന്റെ ഡ്യൂറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഐന്റെ ഡ്യൂറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നോക്കൂ, ഓക്കെ. ജിയുടെ ഡ്യൂറേഷൻ എത്രയാണ് കണ്ടുപിടിച്ചത്? 9.833. ഇനി എച്ചിന്റെ ഡ്യൂറേഷൻ എത്രയായിരുന്നു? 8. ഐയുടെ ഡ്യൂറേഷൻ എത്രയാ? 4. എല്ലാം നമ്മൾ കണ്ടുപിടിച്ചില്ലേ? നമുക്ക് അവിടെ അപ്ലൈ ചെയ്താൽ പോരെ അത്? അപ്പൊ E7 ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് E6 പ്ലസ് 4, E5 പ്ലസ് 8, E4 പ്ലസ് 9.8. അപ്പോൾ ഓരോന്നും കാണാം. E6 പ്ലസ് 4 ഈസ് ഈക്വൽ ടു E6 എത്ര കിട്ടിയ? 29. 29 പ്ലസ് 4 33. E5 പ്ലസ് 8 25.8 പ്ലസ് 8 33.8. E4 പ്ലസ് 9.8 33 പ്ലസ് 9.8 42.8. ഏറ്റവും വലിയ വാല്യൂ ഏതാ? 42.8. സോ therefore E7 is equal to 42.8. ഇനി ഇതുപോലെ നമ്മൾ ഫോർവേഡ് പാസ് ഓരോന്നും കണ്ടുപിടിച്ച് നോക്കൂ. E1 0, E2 7.8, E3 20, E4 33, E5 25.8, E6 29, E7 42.8. അതുപോലെ തന്നെ നമുക്ക് എന്തും കാണണം? ബാക്ക്വേർഡ് പാസും കാണണം. ഞാനിവിടെ എഴുതി വെച്ചത് നമുക്ക് തിരിച്ചിട്ട് നോക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. ഇത് നമുക്ക് കിട്ടിയ ഓരോ ടൈമുമാണ് എഴുതി വെച്ച. A 7.8, B 20, C 33, D 18, E 20, F 9, G 9.8, H 8, I 4. ഇത് നമുക്ക് കിട്ടിയ ഓരോ ടാസ്കിന്റെയും ടൈം എസ്റ്റിമേറ്റ് ചെയ്ത് കിട്ടിയ. ഇതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഫോർവേഡ് പാസ് എഴുതുമ്പോൾ എന്നാൽ വേഗം കഴിയും. മറ്റേത് നമ്മൾ മറിച്ചിട്ട് നോക്കണം. ഫസ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞ? E7ഉം L7ഉം സെയിം ആണ്. അത് CPM ആയാലും പെട്ടായാലും എല്ലാത്തിലും E7ഉം L7ഉം സെയിം ആണ്. സോ E7 42.8 ആയതുകൊണ്ട് L7 എന്ത് തന്നെ ആയിരിക്കും? 42.8. ഇനി ഓരോന്ന് മൈനസ് ചെയ്യാൻ നേരത്തെ അതിനൊന്നും മാറ്റമൊന്നുമില്ല. L6 ഈസ് ഈക്വൽ ടു L7 മൈനസ് 4. L7 എത്രയാ? 42.8 മൈനസ് 4 അല്ലേ? ഒന്നാമത്തെ ആക്ടിവിറ്റി ഏതാ? അതിന്റെ ഐ എന്ന് പറയുന്ന ലാസ്റ്റ് ആക്ടിവിറ്റി ഏതായിരുന്നു? ഐന്റെ വാല്യൂ എത്രയാ? 4. 38.8. നെക്സ്റ്റ് L5 ഈസ് ഈക്വൽ ടു L7.8. 8 എങ്ങനെയാ വന്നത്? L7 അർത്ഥം H മൈനസ് ചെയ്ത L5 കിട്ടും. സോ 42.8 മൈനസ് 8 ഈസ് ഈക്വൽ ടു 34.8. നെക്സ്റ്റ് L4 ഈസ് ഈക്വൽ ടു L7 മൈനസ് 9.8. എന്നാണ് L7 മൈനസ് G ആണ് L4. സോ 42.8 മൈനസ് 9.8 ഈസ് ഈക്വൽ ടു 33. നെക്സ്റ്റ് L3 എന്ന് പറഞ്ഞാൽ L6 മൈനസ് 9 എന്ന് പറഞ്ഞാൽ F ആണ്. L6 F മൈനസ് ചെയ്താൽ L3 കിട്ടും. സോ 38.8 മൈനസ് 9 29.8. നെക്സ്റ്റ് L2ലേക്ക് എത്താൻ 2 വഴിയുണ്ട്. മിനിമം ഓഫ് L6 മൈനസ് 20യും L5 മൈനസ് 18ഉം. അപ്പൊ L6 മൈനസ് 20 എന്ന് പറഞ്ഞാൽ L6 മൈനസ് E. നെക്സ്റ്റ് L5 മൈനസ് 18 എന്ന് പറഞ്ഞാൽ L5 മൈനസ് 18. 2 വഴിയുണ്ട്. L5 മൈനസ് D ആണ്, അതാണ് L5 മൈനസ് 18. സോ L6 മൈനസ് 20 38.8 മൈനസ് 20 18.8. L5 മൈനസ് 18 34.8 മൈനസ് 18 ഈസ് ഈക്വൽ ടു 16.8. മിനിമം ആണ് എടുക്കുക. therefore L2 16.8. നെക്സ്റ്റ് L1ലേക്ക് 3 വഴിയുണ്ട്. മിനിമം ഓഫ് L3 മൈനസ് 20 ആൻഡ് L2 മൈനസ് 7.8 L4 മൈനസ് 33. L3 മൈനസ് B, L2 മൈനസ് A, L4 മൈനസ് C. ഇതാണ് സംഭവം. സോ L3 മൈനസ് 20 29.8 മൈനസ് 20 ഈസ് ഈക്വൽ ടു 9.8.
L2 minus 7.8 is equal to 16 minus 8 minus 7.8, 9. L4 minus 33 is equal to 33 minus 33, 0. അപ്പോൾ നമ്മൾ therefore ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കുക. L1 is equal to 34. നോക്കൂ, L7 42.8, L6 38.8, L5 34.8, L4 33, L3 29.8, L2 16.8, L1 0. അപ്പോൾ ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും നമ്മൾ കണ്ട്. അടുത്ത നമുക്ക് എന്ത് വരയ്ക്കണം? ഈ ഒരു ആദ്യം നമുക്ക് ഡയഗ്രാം വരക്കാം. എന്നിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് നമ്മൾ ടേബിൾ എഴുതിയാൽ മതി. ഡയഗ്രാം നേരത്തെ ക്വസ്റ്റ്യനിൽ തന്ന ഡയഗ്രാം അങ്ങനെ തന്നെ വരയ്ക്കാം. 1 to 2 എന്റെ ബ്രാക്കറ്റിൽ എന്റെ ഡ്യൂറേഷൻ എഴുതാം 7.8. നമ്മൾ കണ്ടുപിടിച്ച ഡ്യൂറേഷനില്ലേ. 1 to 3 ബിന്റെ ബ്രാക്കറ്റിൽ ടൈം എഴുതാം 20. 1 to 4 C ബ്രാക്കറ്റിൽ 33. Then 2 to 5 D ബ്രാക്കറ്റിൽ 18. അതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ച എസ്റ്റിമേറ്റഡ് വാല്യൂ. 2 to 6 ബ്രാക്കറ്റിൽ E ബ്രാക്കറ്റിൽ 20. 3 to 6 F ബ്രാക്കറ്റിൽ 9. Then next 4 to 7 G ബ്രാക്കറ്റിൽ 9.8. 5 to 7 H ബ്രാക്കറ്റിൽ 8. 6 to 7 I ബ്രാക്കറ്റിൽ 4. അപ്പോൾ നമ്മൾ കിട്ടിയ ഓരോ ടാസ്കിനും കിട്ടിയ ഡ്യൂറേഷൻ നമ്മൾ അവിടെ എഴുതി. നമ്മൾ ടൈം കണ്ടുപിടിച്ചില്ലേ, അത് എഴുതി. ഇനി E1 L1 നമുക്ക് എഴുതാം. E1 is equal to 0, L1 is equal to 0. നമ്മൾ കണ്ടുപിടിച്ച ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും അവിടെ എഴുതാം. E2 7.8, L2 16.8, E3 20, L3 29.8, E4 33, L4 33, E5 25.8, L5 34.8. അടുത്ത E6 29, L6 38.8, E7 42.8, L7 42.8. വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കാണാം. ഇത് വരച്ചു കഴിഞ്ഞിട്ട് ക്രിട്ടിക്കൽ പാത്ത് വരച്ചിട്ട് ടേബിൾ എഴുതിയാൽ മതി. ക്രിട്ടിക്കൽ പാത്ത് കാണാം. നമ്മൾ ഓരോ വഴി നോക്കാം. 1 to 3, 3 to 6, 6 to 7. അടുത്തൊരു വഴിയുണ്ട് 1 to 2, 2 to 6, 6 to 7. നെക്സ്റ്റ് ഒരു വഴിയുണ്ട് 1 to 2, 2 to 5, 5 to 7. അടുത്ത വഴി 1 to 4, 4 to 7. അപ്പൊ ഈ 4 വഴിയും കൂടി നോക്കുക. ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള ഏതാണോ അല്ലെങ്കിൽ ലോങ്സ്റ്റ് പാത്ത് ഏതാണോ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയും. ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഏറ്റവും ലോങ്സ്റ്റ് പാത്ത് 1 to 4, 4 to 7. ദാറ്റ് ഈസ് 33 plus 9.8. സോ പ്രൊജക്ട് ഡ്യൂറേഷൻ 42.8. 42.8. അപ്പോൾ 42.8 ആണ് പ്രൊജക്റ്റിന്റെ ഡ്യൂറേഷൻ. ക്രിട്ടിക്കൽ പാത്ത് വരുന്ന 1 to 4, 4 to 7. അത് നമ്മൾ ഡബിൾ ലൈന് വെച്ചിട്ട് ക്രിട്ടിക്കൽ പാത്ത് മെഷർ ചെയ്യും. താഴെ പ്രൊജക്റ്റിന്റെ ഡ്യൂറേഷൻ എഴുതും. 1 to 4, 4 to 7, that is 33 plus 9.8 is equal to 42.8. എഴുതിയല്ലോ. അടുത്തത് ടേബിളിൽ വ്യത്യാസമുണ്ട്. നേരത്തെ വരച്ചതല്ല, ചെറിയൊരു മാറ്റമുണ്ട്. ആദ്യം നമുക്ക് ആക്ടിവിറ്റി എഴുതാം. ആക്ടിവിറ്റിയും ടാസ്കും അത് വേണമെങ്കിൽ രണ്ട് കോളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല. ഒരു കോളത്തിൽ ആക്ടിവിറ്റി, അടുത്ത കോളത്തിൽ ടാസ്ക് എഴുതാം. അല്ല ഇതുപോലെ ഒന്നിച്ചിട്ട് ടാസ്കും ആക്ടിവിറ്റിയും എഴുതാം, ഒരു കുഴപ്പമില്ല. സോ നെക്സ്റ്റ് കോളം TO എന്തായിരുന്നു? ഒപ്റ്റിമിസ്റ്റിക് ടൈം ക്വസ്റ്റ്യനിൽ തരുവേ. TP പെസിമിസ്റ്റിക് ടൈം, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. TM എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ലൈക്ലി ടൈം, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. TE എന്താ? നമ്മൾ കണ്ടുപിടിച്ച ടൈം, എസ്റ്റിമേറ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഓരോ ആക്ടിവിറ്റീസിന്റെയും ടൈം കണ്ടുപിടിച്ചില്ലേ, ആ ടൈമാണ് TE. അല്ലെങ്കിൽ E1, E2, E3 എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ഓരോ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച ഓരോ ആക്ടിവിറ്റീസിന്റെ ടൈമാണ് TE. ലാസ്റ്റ് കോളം വേരിയൻസ് സ്ക്വയർ ഓർ സിഗ്മ സ്ക്വയർ. നമ്മൾ ഓരോ ആക്ടിവിറ്റീസിന്റെ വേരിയൻസ് കണ്ടുപിടിച്ചില്ലേ, അതാണ് ലാസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. അപ്പൊ ആക്ടിവിറ്റി A 1 to 2, B 1 to 3, C 1 to 4, D 2 to 5, E 2 to 6, F 3 to 6, G 4 to 7, H 5 to 7, I 6 to 7. ഇനി നമുക്ക് TO തന്നത് താഴെ എഴുതാം. 5, 18, 26, 16, 15, 6, 7, 7, 3 ക്വസ്റ്റ്യൻ തന്നതാണ്. TP 10, 22, 40, 20, 25, 12, 12, 9, 5.
TM 8, 20, 33, 18, 20, 9, 10, 8, 4. തന്ന 3 ഐറ്റവും അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച TE ഉണ്ട്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ടൈം ഉണ്ട്. എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ എസ്റ്റിമേറ്റഡ് ടൈം എത്ര കിട്ടിയേ? 7.8, B 20, C 33, D 18, E 20, F 9, G 9.8, H 8, I 4. ഓരോന്നിനെയും എസ്റ്റിമേറ്റഡ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടുപിടിച്ചു. ഇനി ഓരോ ടാസ്കിന്റെയും അല്ലെ ഓരോ ആക്ടിവിറ്റിയുടെയും വേരിയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എയുടെ വേരിയൻസ് എത്രയായിരുന്നു? 0.694, B 0.444, C 5.436, D 0.444, E 2.776, F 1, G 0.694, H 0.111, I 0.111. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ, അത് അത്രയും എഴുതി വെക്കുക മാത്രമേ വേണ്ടൂ. വേറെ ഒരു പുതിയ ഐറ്റമൊന്നും ഫ്ലോട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോട്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം, അത് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അതിന് ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും കാണണം. അപ്പോൾ ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും കാണുന്നതിന് മുന്നേ ഓരോ ആക്ടിവിറ്റിയും ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ടൈം എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ TE = TO + 4TM + TP / 6. അപ്പോൾ ഓരോ ആക്ടിവിറ്റി, ഇപ്പോൾ 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ A ആണ് ടാസ്ക്, അതിന് ടൈം 7.8 കിട്ടി. അതിന്റെ വേരിയൻസ് കാണണം. TP - TO / 6 ഹോൾ സ്ക്വയറിലൂടെ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ വേരിയൻസ് കണ്ട്. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി 1 to 3 B ആണ് ടാസ്ക്, അതിന്റെ ടൈം എസ്റ്റിമേറ്റ് 20 കിട്ടി. വേരിയൻസ് 0.444 കിട്ടി. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് 1 to 4 ടാസ്ക് C, അതിന്റെ TE 33 കിട്ടി. അതിന്റെ വേരിയൻസ് 5.436 കിട്ടി. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 to 5 D, അതിന്റെ TE 18 കിട്ടി. അതിന്റെ സിഗ്മ സ്ക്വയർ ഓർ വേരിയൻസ് 0.444 കിട്ടി. നെക്സ്റ്റ് 2 to 6 E, TE 20, സിഗ്മ സ്ക്വയർ 2.776. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 to 6 F, TE 9, sigma square 1. Next activity 4 to 7 G, TE 9.83, sigma square 0.694. Next activity 5 to 7 H, TE 8, sigma square 0.111. Next activity 6 to 7 I, TE 4, sigma square 0.111. So forward pass കാണാം. സാധാരണ കാണുമ്പോൾ തന്നെ ഓരോന്നിൻ്റെ ആഡ് ചെയ്ത് E1 0, E2 7.8, E3 20, E4 33, E5 25.8, E6 29, E7 42.8. ഇനി ബാക്ക്വേർഡ് പാസ് കാണാം. L7 42.8, L6 38.8, L5 34.8, L4 33, L3 29.8, L2 16.8, L1 0. ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം ക്വസ്റ്റ്യൻ തന്ന പോലെ തന്നെ വരയ്ക്കാം. എന്നിട്ട് ഓരോ ടാസ്കിനും നേരെ അതിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടൈം എഴുതാം. 1 to 2 A 7.8, 1 to 3 B 20, then 1 to 4 C 33, then next 2 to 5 D 18, 2 to 6 E 20, 3 to 6 F 9, 4 to 7 G 9.8, 5 to 7 H 8, 6 to 7 I 4. So EI or LI നമ്മൾ റെപ്രസെന്റ് ഓരോന്നിൻ്റെ എഴുതും. നമ്മൾ ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ ഇവന്റും ഏർലിയസ്റ്റ് ഇവന്റ് ആൻഡ് ലേറ്റസ്റ്റ് ഇവന്റ് റെക്കോർഡ് ചെയ്യും. E1 0, L1 0, E2 7.8, L2 16.8, E3 20, L3 29.8, E4 33, L4 33, E5 25.8, L5 34.8, E6 29, L6 38.8, E7 42.8, L7 42.8. So to measure the critical path, so 1 to 4, 4 to 7, project duration 33 plus 9.8 is equal to 42.8. So the table വരക്കും. ഫസ്റ്റ് ആക്ടിവിറ്റി, നെക്സ്റ്റ് TO, TP, TM ആൻഡ് TE എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ടൈം, ലാസ്റ്റ് കോളം വേരിയൻസ്, ഓരോന്നും നമ്മൾ എൻ്റർ ചെയ്യും. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം.
എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി പറയാം. കാരണം മക്കളെ ഞാൻ നിങ്ങളെ നേരിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് കാരണം പ്രോബ്ലം പേപ്പർ എടുക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്കറിയാലോ. കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് കേച്ച് ചെയ്യാൻ പറ്റും, കുറേ ആൾക്കാർക്ക് 2-3 പ്രാവശ്യം പറഞ്ഞാലേ കേച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പായിരിക്കും. അപ്പോൾ ചിലയാൾക്ക് നേരിട്ട് കേൾക്കുമ്പോൾ അല്ലെ ടീച്ചർ അടുത്ത് വന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്രോബ്ലം വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ക്ലാസ് കേൾക്കുക. അപ്പോൾ ഈ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇൻഡിവിജ്വൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചോളാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം. ഗ്രൂപ്പിൽ ചോദിക്കാൻ മടിയുള്ള ആൾക്കാർ ഇൻഡിവിജ്വൽ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു.